ഈ ജോൺ വിക്ക് പോലെ ഒരു സിനിമയുടെ പ്ലോട്ട് ഐഡിയ നമ്മൾ ആലോചിക്കുമ്പോൾ തോന്നാറില്ലേ, ആ പട്ടിയെ അവർ വെറുതെ വിട്ടിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു പട്ടിയെ കൊന്നതിനുള്ള റിവെഞ്ച് എന്ന് സില്ലിയായി തോന്നുമെങ്കിലും അങ്ങനെ ഒരു ഐഡിയ എത്രത്തോളം വലിയ ഫ്രാഞ്ചൈസിനെ വരെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ആ സിനിമ തെളിയിച്ചതാണ്. AR മുരുകദോസിന്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള മദ്രാസി ഒരർത്ഥത്തിൽ അതുപോലൊരു വലിയ ആക്ഷൻ സിനിമ ബിൽഡ് ചെയ്യാനുള്ള ശ്രമമാണ്. ജോൺ വിക്കിലെ പട്ടിയെ പോലെ പുള്ളി ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ നായകന്റെ പ്രേമമാണ്. രണ്ട് കുഴപ്പങ്ങളാണ് സിനിമയ്ക്കുള്ളത്. ഒന്നാമത്തത് ആ പ്രേമം. ശിവകാർത്തികേയൻ തുടക്കകാലത്തിൽ അഭിനയിച്ചിട്ടുള്ള സാമാന്യം വെറുപ്പിക്കലായിട്ട് തോന്നുന്ന തരം സിനിമകളിലെ പ്രേമങ്ങൾക്ക് സമാനമായിട്ടുള്ളതാണ് ഈ സിനിമയിലെ പ്രണയം. പിന്നെ രണ്ടാമത്, ഈ സിനിമയിൽ വരുന്ന ആക്ഷൻ ഭാഗങ്ങൾ ഒട്ടും തന്നെ പുതുമയില്ലാത്ത ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡ് പിടിച്ചുണ്ടാക്കിയിട്ടുള്ള ആക്ഷൻ ട്രാക്കാണ്. ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ട് രക്തരൂക്ഷിതമായ ഒരു പ്രണയകഥ എന്നതാണ് ഉദ്ദേശം. പക്ഷെ നീണ്ടു പോകുന്ന ഇതിനൊരു അവസാനമില്ലേ എന്ന് കാണുന്നവന് തോന്നുന്ന ടൈപ്പ് സിനിമയാണ് മുരുകദോസ് ഇത്തവണ എടുത്തു വെച്ചിട്ടുള്ളത്. രഘുറാം എന്ന രഘുവാണ് നമ്മുടെ നായകൻ. പുള്ളിക്ക് ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. ഫ്രെഗോളി ഡിലൂഷൻ എന്നാണ് അതിന് പറയുക. ചെറുപ്പത്തിൽ നടന്ന ഒരു അപകടം കാരണം അയാൾക്ക് എവിടെയെങ്കിലും ആരെങ്കിലും അപകടത്തിൽപ്പെട്ടതായിട്ട് കണ്ടാൽ അത് സ്വന്തം ബന്ധുക്കളാണെന്ന് തോന്നാൻ തുടങ്ങും. അങ്ങനെ ട്രിഗറായിട്ട് കാണുന്നവരെ അയാൾ മൊത്തമായിട്ട് സഹായിക്കും. ഇങ്ങനെ ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് പോലീസ് ഫോഴ്സിന് ഒരു ഘട്ടത്തിൽ ഉപയോഗപ്രദമാകുന്നത് എന്നതാണ് ഈ ത്രില്ലറിൽ നമ്മൾ കാണുന്നത്. LCUയിലൂടെ ഡ്രഗ് ഫ്രീ സൊസൈറ്റി പരിപാടി ലോകേഷ് കനകരാജ് തുടങ്ങി വെച്ചത് തമിഴ് സിനിമയ്ക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മദ്രാസി ഒരർത്ഥത്തിൽ സ്വന്തം നിലയ്ക്ക് ഒരു LCU ഉണ്ടാക്കാനുള്ള മുരുകദോസിന്റെ ശ്രമമാണ് എന്ന് പറയാം. ലോകേഷ് ഡ്രഗ്സ് ആണ് ഉപയോഗിച്ചതെങ്കിൽ മുരുകദോസ് തോക്കുകളാണ് ഉപയോഗിക്കുന്നത്. കൈദിയിൽ സ്വന്തം ഉദ്യോഗസ്ഥരെയൊക്കെ നഷ്ടപ്പെട്ട ഇൻസ്പെക്ടർ ബിജോയ് ദില്ലിയുടെ സഹായം തേടിയതുപോലെ ഇവിടെ ബിജു മേനൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഏതാണ്ട് സമാനമായ അവസ്ഥയിലെത്തുമ്പോൾ നമ്മുടെ നായകനായിട്ടുള്ള രഘുവിന്റെ സഹായം തേടും. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ദില്ലി ഒരുപാട് വർഷം ജയിലിൽ കടന്ന് സ്വന്തം മകളെ കാണാൻ പോകുന്ന ഒരു അച്ഛനാണെങ്കിൽ രഘു കാമുകി തേച്ചിട്ട് പോയതിന് എങ്ങനെയെങ്കിലും ചാവണം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കോമഡി പീസാണ്. മാനസികാരോഗ്യ പ്രശ്നമുള്ള ഒരു വ്യക്തിയെ കോമഡി പീസ് എന്ന് വിളിക്കാൻ പാടില്ല എന്നറിയാം. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ കഥാപാത്രത്തെ ആ രീതിക്ക് എഴുതി വെച്ചിട്ടുള്ള മുരുകദോസിനോടാണ് പറയേണ്ടത്. സലമ്പല എന്ന പാട്ട് വെച്ചിട്ടാണ് ശിവകാർത്തികേയനെ കാണിക്കുന്നത് തന്നെ. അതിന്റെ ശേഷം ഈ സിനിമയുടെ ഫൗണ്ടേഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ലവ് സ്റ്റോറി തുടങ്ങുകയാണ്. ആ ലവ് സ്റ്റോറിയുടെ സ്വഭാവം കാണുമ്പോൾ ഇതൊരു സൈഡ് ട്രാക്ക് ആവണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു പോകും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവസാനിക്കാത്ത ആക്ഷൻ സീക്വൻസുകൾക്കൊക്കെ കാരണം ഇത്രയും മോശമായിട്ട് എഴുതിയിട്ടുള്ള ഒട്ടും ഡെപ്ത് ഇല്ലാത്ത ഈ ലവ് സ്റ്റോറി ആണ് എന്ന് മനസ്സിലാവുമ്പോൾ രഘു ഒഴികെ ബാക്കി സിനിമ കാണുന്നവർക്കെല്ലാം നായികയായിട്ടുള്ള മാലതിയോട് വെറുപ്പ് മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. രഘുവിന് മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് സിനിമ പറയുന്നത്. എന്നാൽ ഈ മാലതിയുടെ ഫിലോസഫി കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്കാണ് ട്രീറ്റ്മെന്റ് കിട്ടേണ്ടത് എന്ന് തോന്നിപ്പോകും. ചെറിയ സ്പോയിലറാണ്. അപകടത്തിൽപ്പെടുന്നവരെയൊക്കെ അങ്ങേയറ്റം സഹായിക്കുന്ന രഘുവിന്റെ സ്വഭാവം ഒരു ഘട്ടത്തിൽ നിന്നുപോകുന്നു. ഡോക്ടറോട് ചോദിക്കുമ്പോൾ അതങ്ങനെ സംഭവിച്ചത് അയാൾക്കിപ്പം മാലതി കുടുംബത്തെ പോലെ ആയതുകൊണ്ടാണ് എന്ന് പറയുന്നു. അതായത് കുടുംബമില്ല എന്ന തോന്നൽ പോയതോടെ അയാളുടെ ഈ സഹായിക്കൽ രോഗാവസ്ഥ മാറിയെന്ന്. ഇത് കേട്ടതോടെ മാലതി രഘുവിനെ നൈസായിട്ട് ഒഴിവാക്കുന്നു. കാരണം മാനസികമായി കുഴപ്പമുള്ളത് കൊണ്ട് ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന രഘുവിനെയാണ് പോലും മാലതിക്ക് ഇഷ്ടം. ഈ ലവ് സ്റ്റോറി മഹത്തരമായതാണ് എന്നാണ് മുരുകദോസ് നമ്മളോട് പറയുന്നത്. രഘു എന്ന ക്യാരക്ടറിന് ചേരുന്ന ഒരു ഓറ ബിൽഡ് ചെയ്തെടുക്കാൻ ശിവകാർത്തികേയൻ കഷ്ടപ്പെടുന്നുണ്ട്. മാലതി എന്ന കഥാപാത്രത്തോടുള്ള അയാളുടെ പ്രേമം ഒരുമാതിരി ഒബ്സഷനാണ്. അതിലൊരു നിഷ്കളങ്കത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുട്ടിക്കളി ശിവകാർത്തികേയൻ കൊണ്ടുവരുന്നുണ്ട്. അത് സാമാന്യം ഓവറായിട്ടാണ് തോന്നിയത്. ആക്ഷൻ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ പുള്ളി നേരിടുന്ന ഏറ്റവും വലിയ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ അടിച്ചു തോൽപ്പിക്കേണ്ടത് വിദ്യുത് ജംവാലിനെയാണ്. തുടക്കത്തിലും രണ്ടാം പകുതിയിലും വിദ്യുത് ജംവാലുള്ള 2 ആക്ഷൻ സീക്വൻസുകൾ മൊത്തത്തിൽ സിനിമയിലുണ്ട്. രണ്ടിലും പുള്ളി കസറുന്നുണ്ട്. ബിജു മേനോൻ ചെയ്യുന്ന കഥാപാത്രം ഇയാളെ ഒതുക്കാൻ നമുക്ക് കൂടുതൽ ഫോഴ്സ് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒന്ന് കിപ്പപ്പ് ചെയ്യാൻ റോപ്പിന്റെ ആവശ്യമുള്ള ശിവകാർത്തികേയനാണ് പറന്നു ചാടി അടിക്കുന്ന വില്ലനെ തല്ലുന്നതായിട്ട് നമുക്ക് കാണേണ്ടി വരുന്നത്. മാലതി എന്ന കഥാപാത്രത്തെ പരമാവധി റിയലായിട്ട് അവതരിപ്പിക്കാൻ രുക്മിണി വസന്ത് ശ്രമിച്ചിട്ടുണ്ട്. ക്യൂട്ട്നെസ് വാരി വിതറാതെയും അഭിനയം ഓവറാക്കാതെയും ഒക്കെ അതിനവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും തിരക്കഥ അവർക്ക് കാര്യമായ സപ്പോർട്ട് കൊടുക്കുന്നില്ല. എല്ലാ സ്റ്റേറ്റിൽ നിന്നും അഭിനേതാക്കളെ കാസ്റ്റ് ചെയ്യുന്ന പുതിയ ട്രെൻഡിന്റെ ഭാഗമായിട്ടായിരിക്കണം ബിജു മേനോൻ സിനിമയിൽ വന്നിട്ടുള്ളത്. ഡാൻസിംഗ് റോസ്, ഷബീർ കല്ലറക്കൽ, വിക്രാന്ത് മുതലായവരാണ് മറ്റ് കഥാപാത്രങ്ങൾ. ഈ സിനിമയുടെ പ്രൊമോഷന്റെ സമയത്ത് മുരുകദോസിനോട് അദ്ദേഹത്തിന്റെ അവസാനം ഇറങ്ങിയ സിനിമകളായിട്ടുള്ള ദർബാറും സിക്കന്ദറും ഒക്കെ മെച്ചപ്പെടുത്തണമെങ്കിൽ എന്തായിരുന്നു ചെയ്യുക എന്ന് ചോദിച്ചിരുന്നു. പുള്ളി അതിന് പറഞ്ഞത് ഗ്രാൻഡിയോർ കുറച്ചുകൂടെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ നോക്കണമായിരുന്നു എന്നാണ്. അതുപോലെ പുള്ളി പറഞ്ഞത് താരങ്ങളെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ അവരുടെ ആരാധകരെ ആദ്യം തൃപ്തിപ്പെടുത്തിയിട്ട് വേണം കഥയിലേക്ക് പോകാനെന്നാണ്. ഈ സിനിമയിലും ആരാധകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നായകനെ കാണിക്കുന്നത് തന്നെ പാട്ട് സീനിലൂടെയാണ്. അത് തന്നെ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ചിന്തയുടെ ലക്ഷണമാണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ തമിഴ്നാട്ടിൽ ആഘോഷിക്കപ്പെട്ടപ്പോൾ അവിടെയുള്ള ആളുകൾ തന്നെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത് ഇത് തമിഴിൽ എടുത്തിരുന്നെങ്കിൽ ഒരു നായികയും ഒരു പാട്ടും ഒക്കെ ഉണ്ടാവുമായിരുന്നു എന്നാണ്. തമിഴ് ഓഡിയൻസും മാറുന്നുണ്ട്. ശിവകാർത്തികേയന്റെ തന്നെ അവസാനമായിട്ട് ഇറങ്ങിയ ഹിറ്റ് സിനിമയായിട്ടുള്ള അമരൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന ഫോർമുല പരിപാടികളൊന്നും അതിലില്ല. ഇതിൽ മുരുകദോസ് എഴുതി വെച്ചിട്ടുള്ള പല സാധനങ്ങളും കാണുമ്പോൾ ഇന്നത്തെ ഓഡിയൻസിന് നെറ്റ്ഫ്ലിക്സും പ്രൈമും സബ്സ്ക്രിപ്ഷൻ ഉണ്ട് എന്ന കാര്യം അദ്ദേഹം മറന്നുപോയ പോലെ തോന്നി.
ഗുഡ് ബാഡ് അഗ്ലി പോലെയുള്ള സിനിമകൾ ഒരു സ്ട്രക്ചറും ഇല്ലാതെ വന്നിട്ട് ഹിറ്റ് അടിക്കുമ്പോൾ ഇതുപോലെ ബിഗ് ടിക്കറ്റ് സിനിമകൾ മാത്രം എടുക്കുന്ന സംവിധായകർ ആകെ കൺഫ്യൂഷൻ അടിച്ചു പോവുകയാണ് എന്നാണ് തോന്നുന്നത്. സുദീപ് എളമണ്ണാണ് സിനിമയുടെ സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ശൈലി കാരണം സിനിമയ്ക്ക് മൊത്തത്തിൽ, പ്രത്യേകിച്ച് ആക്ഷൻ സീക്വൻസുകൾക്ക് ഒരു റോ സ്വഭാവം കിട്ടുന്നുണ്ട്. സമീപകാലത്ത് വന്ന അനിരുദ്ധിൻ്റെ വർക്കുകളിൽ ഏറ്റവും നിരാശപ്പെടുത്തുന്നതായിരുന്നു മദ്രാസിയിലെ ആൽബം. പടത്തിന്റെ ഫൈനൽ മിക്സിലെ ഓഡിയോയുടെ ലെവൽ നോക്കുമ്പോൾ എഴുത്ത് താഴ്ന്നു പോകുന്ന എല്ലാ സ്ഥലത്തും പശ്ചാത്തല സംഗീതം ഹൈ ഡെസിബിളിൽ കുത്തി നിറച്ചു വെച്ചിട്ടുണ്ട്. തന്റെ കരിയറിന്റെ പീക്കിൽ മുരുകദോസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഐഡിയകൾ നോക്കുകയാണെങ്കിൽ മെന്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ ഒരു വലിയ സംഭവത്തിന്റെ നടുവിൽ കൊണ്ടുവയ്ക്കുകയും അയാളുടെ ദേഷ്യത്തെ നീതി നടപ്പാക്കാൻ സ്മാർട്ടായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്ന് പറയുന്ന ഐഡിയ വളരെ ഫാസിനേറ്റിംഗ് ആണ്. രഘുവിന്റെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും താൻ എന്തുകൊണ്ടാണ് രഘുവിനെ ഇഷ്ടപ്പെടുന്നത് എന്ന് മാലതി പറയുന്ന ഒരു സീൻ ഈ സിനിമയിലുണ്ട്. മുരുകദോസ് വിചാരിക്കുന്നത് ആ രംഗം കണ്ടു കഴിഞ്ഞാൽ കാണുന്നവർ അയ്യോടാ പാവം എന്ന് വിചാരിക്കുമെന്നാണ്. സത്യാവസ്ഥ ദൈവമേ ക്രിഞ്ച് എന്ന് കാണുന്നവർ പറയുമെന്നതാണ്. മുരുകദോസിന്റെ ജഡ്ജ്മെന്റ് നല്ല രീതിയിൽ ഈടെയായിട്ട് പോയിട്ടുണ്ട് എന്നതിന്റെ ഒന്നാന്തരം തെളിവാണ് ഈ സിനിമയുടെ അവസാന ഭാഗത്ത് ബിജു മേനോൻ പറയുന്ന ഡയലോഗ്. എല്ലാം സമാപിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറയുകയാണ്, ഇന്ന് തമിഴ്നാട് സമാധാനമുള്ള ഗൺ വയലൻസ് ഇല്ലാത്ത സ്റ്റേറ്റായിട്ട് നിലനിൽക്കുന്നതിന്റെ കാരണം രഘുവിൻ്റെയും മാലതിയുടെയും പ്രണയമാണ് എന്ന്. കട്ട് ബ്ലാക്ക് കൊടുത്തിട്ട് ബിജു മേനോൻ ഒരു ഇന്റർവ്യൂവിൽ പൃഥ്വിരാജിനോട് പറഞ്ഞ ഈ ഡയലോഗ് അവരെ എവിടെ പ്ലേ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചേനെ. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്